ഹായ്, എല്ലാവർക്കും നമസ്കാരം. വഴിപോക്കൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട ഒരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ. ഒന്ന് കണ്ടു നോക്കൂ. പത്തോ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. 16 വയസ്സിൽ താഴെ എന്തായാലും അതിന് പ്രായം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം അതിന്റെ മുഖമൊന്നും കാണിക്കുന്നില്ല. ശരീരപ്രകൃതി കണ്ടിട്ടാണ് ഒരു 16 വയസ്സിൽ താഴെ ഒരു പെൺകുട്ടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടുത്തിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അല്ലെ, അതിന്റെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ആകാൻ പ്രായമുള്ളൊരു മനുഷ്യനാണ് അതിന്റെ അടുത്തിരിക്കുന്നത്. അതിന്റെ നെഞ്ചത്തേക്ക് കൈമുട്ട അമർത്തി അമർത്തി വെക്കുകയാണ്. അത് മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് അസ്വസ്ഥതപ്പെടുന്നുണ്ട്. എന്നിട്ടും കൈ പിന്നെയും പിന്നെയും നെഞ്ചത്ത് വെച്ച് അമർത്തുക ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി അയാളുടെ കൈക്കിട്ടൊരു നുള്ളു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നുള്ളു കൊടുത്തോടുകൂടി ആ കൈ വേഗം പിൻവലിച്ചു. കാര്യം വേഗം മനസ്സിലായി, കൈ വേഗം പിൻവലിച്ചു. ഈ വീഡിയോ എടുത്ത ജോബി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനു മുമ്പ് ഇതേ രീതിയിൽ ആ കുട്ടി അയാളുടെ കൈ തട്ടി മാറ്റുന്നത് കണ്ടതോട് കൂടിയിട്ടാണ് ഇത് വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോയ്ക്ക് മുൻപ് തന്നെ ഇയാൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിൽ വെച്ചത്. അതൊരു ഒരുപാട് ആളുകളുള്ള യാത്രക്കാരുള്ള ഒരു KSRTC ബസ്സാണ്. എന്നിട്ട് അതിനെ തൊട്ടടുത്ത് ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ വിരുദ്ധൻ ഇങ്ങനൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. അപ്പോൾ ചെറിയ കുട്ടിയാണ്, അത് പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാണ് മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. ആർക്ക് കണ്ടാലും സംശയം തോന്നുന്നില്ല, തിങ്ങി ഞെരുങ്ങി ഇരിക്കുകയല്ലേ എന്നേ തോന്നുള്ളൂ. ആ രീതിയിലാണ് ഇതിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ കൈ തട്ടി മാറ്റി. ആ കൈ തട്ടി മാറ്റുന്നത് ഓപ്പോസിറ്റ് ഇരുന്ന ഈ ജോബി എന്ന് പറഞ്ഞ വ്യക്തി കാണേ അയാളിത് ശരിയല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിക്കുന്നു. കുട്ടി അയാളുടെ കൈക്ക് നുള്ളുന്നു. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇയാൾക്ക് കൂടുതൽ ഉപദ്രവിക്കാനുള്ള അവസരം ഉണ്ടായില്ല. എന്തു തന്നെയായാലും ഈ ജോബി എന്ന് പറയുന്ന മനുഷ്യൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വളരെ നന്നായി. അയാൾ തന്നെ പറയുന്നുണ്ട്, ഇത് പ്രശ്നമാക്കാനൊന്നും നിന്നില്ല. പ്രശ്നമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ അറിയും, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പകരം ഇത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അല്ലാണ്ട് അവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആ കുട്ടി അത് അതിൻ്റെ പാട്ടിൽ ഇറങ്ങി പോവുകയും ചെയ്തു. എന്നാലും ഇത് നാലാൾ അറിയണം, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തു ഈ ചെറിയ കുട്ടിയോട് എന്നുള്ളത് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അതുപോലെ പോലീസിനും ഇത് അയച്ചു കൊടുത്തിട്ട് സൈബർ വിങ്ങിനെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. അവരെന്തായാലും സ്വമേധയാ കേസ് എടുക്കാണ്ടിരിക്കില്ല. അവനെ അന്വേഷിക്കും, തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തും. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആൾക്കാരെ. കാരണം നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ബസ്സിൽ പോകുന്ന ആൾക്കാരാണ്. എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് മക്കളെ പറഞ്ഞയക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിക്ക് ഇയാൾ ചെയ്യുന്ന എന്താണെന്നുള്ള തിരിച്ചറിവ് പോലും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. എന്നിട്ട് പോലും അതിന് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ അത് പ്രതികരിച്ചു. ശക്തമായി പ്രതികരിച്ചില്ല. ചില പിള്ളേരൊക്കെ ആണെങ്കിൽ ഇനിച്ച് കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചാൽ അതിനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ലാത്തൊരു പാവം പിടിച്ച പെൺകുട്ടിയെ തോന്നുന്നു. എന്നാലും അതിന് പ്രതിരോധിക്കാൻ പറ്റിയ രീതിയിൽ അത് പ്രതിരോധിച്ചു എന്നുള്ളതാണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതുപോലെ വീഡിയോ എടുക്കാൻ തോന്നിയ ആ മനുഷ്യനാണ് ശരിക്കും അഭിനന്ദിക്കേണ്ടത്. കാരണം കണ്ടില്ലാന്ന് നടിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട പോലീസുകാർ സ്വമേധയാ കേസെടുത്ത്, ആ പെൺകുട്ടി പരാതിപ്പെട്ടില്ലെങ്കിലും സ്വമേധയാ കേസെടുത്ത് ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. കാരണം ഇങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണം. ഇങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെട്ടാലേ 4 ആൾക്കാർ ഇനി ഇതുപോലെ ചെയ്യാതിരിക്കുള്ളൂ. നമ്മുടെ മക്കളെ സുരക്ഷിതരായിട്ട് KSRTC ബസ്സോ അല്ലെ മറ്റ് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളവന്മാരെ വീഡിയോസ് ഏത് നിമിഷവും ആരും എടുക്കും, പബ്ലിക്കലി ഇടുകയും ചെയ്യും, നിയമത്തിന്റെ മുന്നിൽ വരികയും ചെയ്യും, തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുതിരില്ല. ഒരു പരിധി വരെയെങ്കിലും കുറെ അടക്കം വരും. ഇതൊക്കെ വെളിയിൽ വരും, നാണക്കേടാവും, കുടുംബത്തിനെ ബാധിക്കും, കുട്ടികളെ ബാധിക്കും. ഈ പറയുന്ന മനുഷ്യനും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഈ കാഴ്ച കാണുമ്പോൾ ഇയാളെ കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കുടുംബം ഒന്നാകെയാണ് ഈ ഒരു മനുഷ്യൻ കാരണം അപമാനം സഹിക്കേണ്ടി വരുന്നത്. ആ മക്കളും ഭാര്യയൊക്കെ നിരപരാധികളായിരിക്കും, അല്ലെ? അവര് കൂടിയിട്ടാണ് ഈ ഒരു മനുഷ്യന്റെ ഈ സ്വഭാവ വൈകൃതം കാരണം ശിക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഇയാളുടെ വീട്ടിലുള്ള മക്കളുടെയും ഒക്കെ കുട്ടികളുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഭീകരമായിരിക്കും. ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിട്ടാണ് നമുക്കതിൽ തോന്നുന്നത്. തീരെ അങ്ങനെയുള്ളൊരു കുട്ടിയോട് പോലും ഇത്തരത്തിൽ പെരുമാറിയെങ്കിൽ മറ്റു കുട്ടികളോടൊക്കെ ഇയാൾ ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത്? ഇയാളുടെ സ്ഥിര സ്വഭാവമായിരിക്കും ഇത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അയാളുടെ ആ ആക്ഷനിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തെ സംഭവം ഒന്നും ആയിരിക്കില്ല. കാരണം ഇതിലൊക്കെ തഴക്കവും വഴക്കവും വന്ന ഒരാൾ പെരുമാറുന്ന പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഇരുന്നിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ഇവൻ നിയമത്തിന്റെ മുമ്പിൽ വരണം, തക്കതായ ശിക്ഷയും കിട്ടണം. എന്നാലേ ഇത്തരക്കാരെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുള്ളൂ.